ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഏഴര ബീച്ചിലാണ്. നമ്മൾ ഫാമിലീസ് എല്ലാവരും ഉണ്ട്. കുറേ ആളുകളുണ്ട്, കുട്ടികളും വലിയ ആളടക്കം കുറേ ആളുകളുണ്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് പാനൂരിൽ നിന്ന് ഞങ്ങൾ ബസ്സിലാണ് വന്നിട്ടുള്ളത്. പിന്നെ തലശ്ശേരി ഇറങ്ങി, അവിടെ നിന്നും ബസ്സിൽ വന്നു, കണ്ണൂർ ബസ്സിൽ വന്ന് പിന്നെ നടാലിലിറങ്ങി. അവിടെ നിന്ന് 3 ഓട്ടോയിലായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. പക്ഷെ 2 ഓട്ടോ മാത്രമാണ് ഈ കൃത്യം ഇവിടെ ആയിട്ട് ഇറക്കിയിട്ടുള്ളൂ. ബാക്കി ഓരോ ഓട്ടോയിലുള്ള ആളുകൾ വേറെ എവിടെയോ ഇറങ്ങിയിട്ടുണ്ട്. അവരെ നോക്കിയിട്ട് കൂടെ ഉള്ള ആളുകൾ പോയിട്ടുണ്ട്. അതുവരെ വന്ന് ഞങ്ങൾ ഇവിടെ ഇരുന്ന് ചുമ്മാ വീഡിയോ എടുക്കാൻ. എല്ലാവരും വന്നിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ. രണ്ട് വർഷത്തിന് ശേഷമാണ് ലച്ചുംലബയും ബീച്ചിലേക്ക് പോകുന്നത്. ഇയാനു ആയതിനു ശേഷം ഞങ്ങൾ ബീച്ചിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ഇയാനു ഇത് ഫസ്റ്റ് ടൈമാണ്. നാട്ടിലെപ്പോൾ പോകുമ്പോഴും കുട്ടികൾ ഇവിടുന്ന് പ്രോമിസ് ചെയ്യിക്കും നമുക്ക് ഇപ്രാവശ്യമെങ്കിലും ബീച്ചിൽ പോകണം എന്നുള്ളത്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല മഴയായിരിക്കും. ചിലപ്പോൾ മറ്റ് ചില കാരണങ്ങൾ അല്ലെങ്കിൽ മറ്റ് ചില തിരക്കുകൾ കൊണ്ട് നമുക്ക് പോകാനും സാധിക്കാറില്ല. പക്ഷേ ഈ ഒരു പ്രാവശ്യം കുട്ടികളുടെ ആ ഒരു ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തു. നന്നായിട്ട് തണുപ്പ് പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ സൗണ്ടെല്ലാം പോയിട്ടുണ്ട്. പിന്നെ ഈ വോയിസ് ഓവർ കൊടുക്കണ്ടെന്ന് മുന്നേ വിചാരിച്ചതാണ്. എങ്കിലും ഒരു ബീച്ചിൻ്റെ ഈ ഒരു മനോഹാരിത പറയാതിരിക്കാൻ വയ്യല്ലോ, അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടുള്ളത്. നല്ല ഒരു അടിപൊളി ബീച്ചാണ്. നിങ്ങൾ ഇതുവരെ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും വരണം. നിങ്ങളെ ഫോട്ടോഷൂട്ടൊക്കെ ഇല്ലേ, പിന്നെ പ്രീ വെഡിങ് ഫോട്ടോഷൂട്ട് അല്ലെങ്കിൽ ബ്രൈഡ് ടു ബി, അങ്ങനെ ബർത്ത്ഡേ ഫോട്ടോഷൂട്ടെല്ലാം ഇവിടെ നിന്നുള്ള സൺസെറ്റ് വ്യൂ ഒരു രക്ഷയുമില്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, പറയാൻ വാക്കുകളില്ല. പക്ഷേങ്കിൽ ആ ഒരു ഭംഗി ഈ വീഡിയോയിൽ എത്രത്തോളം ദൃശ്യമാവുന്നുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം ഈ ഒരു കാഴ്ച ഞങ്ങളിവിടെ വന്ന് കൊണ്ട് തന്നെ ആസ്വദിക്കേണ്ടതാണ്. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു വ്യൂവിൻ്റെ അത്രയും മനോഹാരിത നമ്മളെ മനസ്സിലേക്ക് കടന്ന് കയറുള്ളൂ.
വളരെ മനോഹരമായിട്ടുള്ള ഒരു ബീച്ചാണിത്. സത്യം വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തിയപ്പോഴാണ് അതിൻ്റെ മനോഹാരിത നമുക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ കുട്ടികൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുന്ന ആളുകൾ ഇതിൻ്റെ അടുത്തൊന്നും ഷോപ്പ് ഒന്നുമില്ല. അപ്പോൾ ടൗണിൽ വെച്ചിട്ട് തന്നെ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വന്നാൽ മതി. ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കണോ എന്നൊക്കെ തോന്നൂലേ? ഒരുപാട് കളിച്ച് ക്ഷീണിച്ചൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് വേറൊരു ബീച്ചിലാണെങ്കിൽ ഐസ്ക്രീമും മറ്റുമൊക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ഇവിടെ അതൊന്നുമില്ല. ഞങ്ങൾ പിന്നെ ടൗണിൽ നിന്ന് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് പിന്നെ കുറച്ച് ജ്യൂസും ലേസും കടല അങ്ങനത്തെയും വാങ്ങിച്ചു. പിന്നെ കുറച്ച് സ്നാക്സും വാങ്ങിച്ചിട്ടുണ്ട്. ഉന്നക്കായ, കല്ലുമ്മക്കായ പൊരിച്ചത്, പിന്നെ ബ്രെഡ് നിറച്ചതും അങ്ങനെ. കണ്ണൂരിലെ ഏഴര ബീച്ചിൻ്റെ ദൃശ്യവിസ്മയമൊരുക്കിയിട്ടുള്ള ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, മറന്നു പോകരുത്.